ആഗോള രാഷ്ട്രീയം അപ്രതീക്ഷിതമായി ഉയർന്നുവരുന്ന ഉഭയകക്ഷി ബന്ധങ്ങൾ. ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെയാണ്. പല രാജ്യങ്ങളും തങ്ങളുടെ വ്യാപാരത്തിനായി പുതിയ വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ്. ട്രംപിന്റെ വ്യാപാര ഭീഷണികളിൽ വഴങ്ങാത്ത ഇന്ത്യ പുതിയ വ്യാപാര ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ മറ്റു പല വിദേശ ശക്തികളും പുതിയ വ്യാപാര ബന്ധങ്ങൾ തേടുകയാണ്. അതിന്റെ തുടക്കമെന്നോണം കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചൈനയുമായി പുതിയ വ്യാപാര കരാർ പ്രഖ്യാപിച്ചു. കനേഡിയൻ ബിസിനസ്സുകൾക്കും തൊഴിലാളികൾക്കും ഈ കരാർ വിപണി തുറക്കുമെന്ന് കാർണി പറഞ്ഞു. ചൈനയുമായി ഒരു പുതിയ വ്യാപാര കരാർ ഞങ്ങൾ ഉറപ്പിച്ചു. കനേഡിയൻ തൊഴിലാളികൾക്കും ബിസിനസ്സുകൾക്കുമായി $7 ബില്യൺ കയറ്റുമതി വിപണികൾ തുറക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു പോസ്റ്റിൽ കാർണി പറഞ്ഞു. കൂടുതൽ വിഭജിതവും അനിശ്ചിതത്വമുള്ളതുമായ ഒരു ലോകത്ത് കാനഡ ശക്തവും കൂടുതൽ സ്വതന്ത്രവും കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതുമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ്. അതിനായി കാനഡയുടെ പുതിയ സർക്കാർ വ്യാപാര പങ്കാളിത്തങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നതും വൻതോതിലുള്ള പുതിയ നിക്ഷേപ തലങ്ങൾ സൃഷ്ടിക്കുന്നതിനും അടിയന്തരമായും ദൃഢനിശ്ചയത്തോടെയും പ്രവർത്തിക്കുന്നു. കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു പുതിയ കാനഡ ചൈന പങ്കാളിത്തം രൂപപ്പെടുത്തുന്നതിനായി കാർണി ഈ ആഴ്ച ബീജിംഗ് സന്ദർശിച്ചു. 2017 ശേഷം ഒരു കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ചൈന സന്ദർശനമാണിത്. ബീജിംഗിൽ പ്രധാനമന്ത്രി കാർണി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്വിയാങ്, നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ഓഫ് ചൈനയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാവോ ലെച്ചി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി കാർണിയും പ്രസിഡന്റ് ഷീയും കാനഡയുടെ തൂണുകളും ചൈനയുടെ പുതിയ തന്ത്രപരമായ പങ്കാളിത്തവും വിവരിക്കുന്ന ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. കനേഡിയൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ താരിഫ് കുറയ്ക്കുന്നതിന് പകരമായി ചൈനീസ് ഇലക്ട്രിക് കാറുകളുടെ 100% താരിഫ് കുറയ്ക്കാൻ കാനഡ സമ്മതിച്ചതായി CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാനഡയിലേക്കുള്ള ചൈനീസ് ഇലക്ട്രിക് വാഹന കയറ്റുമതിക്ക് പ്രാരംഭ വാർഷിക പരിധി 49,000 വാഹനങ്ങളായിരിക്കുമെന്ന് കാർണി പറഞ്ഞു. 5 വർഷത്തിനുള്ളിൽ ഇത് ഏകദേശം 70,000 വളരും. കനേഡിയൻ പ്രധാന കയറ്റുമതിയായ കനോല വിത്തുകളുടെ മൊത്തം താരിഫ് ചൈന 84% നിന്ന് ഏകദേശം 15% കുറയ്ക്കുമെന്ന് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. US-നേക്കാൾ കൂടുതൽ പ്രവചനാതീതമായ പങ്കാളിയായി ചൈന മാറിയെന്ന് കാർണി പറഞ്ഞു. ചൈനയുമായുള്ള ഞങ്ങളുടെ ബന്ധം സമീപ മാസങ്ങളിൽ പുരോഗമിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ പ്രവചനാതീതമാണ്. അതിൽ നിന്ന് ഫലങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നും കാർണി പറഞ്ഞതായി ന്യൂസ് വ്യക്തമാക്കി. കാനഡ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 35% ലെവി നേരിടുന്നു. ഇറക്കുമതി ചെയ്യുന്ന ലോഹങ്ങൾക്ക് 50% ലെവിയും US ഇതര വാഹനങ്ങൾക്ക് 25% ലെവിയും കാനഡയെ ബാധിക്കുന്നു. അതേസമയം ചൈനയും US-ഉം 100% തീരുവകൾ പ്രഖ്യാപിക്കുമെന്ന ഭീഷണിയുമായി പരസ്പരം കൈകോർത്തു. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഷീ ജിൻപിങ്ങും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 2026 നവംബർ 10 വരെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഒരു ഭാഗത്തിന് താരിഫ് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം പുതിയ കയറ്റുമതി വിപണികളും ഇലക്ട്രിക് വാഹന താരിഫ് പോലുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുന്നതും മാത്രമല്ല രാഷ്ട്രീയപരവും ആഖ്യാനപരവുമായ വിജയം കൂടിയാണ് ബീജിംഗ് ലക്ഷ്യമിടുന്നതെന്ന് നജീബുള്ള പറഞ്ഞു. US-നെ വളരെ അടുത്ത് പിന്തുടരുന്നതിന് കാനഡയെ ചൈന പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. കാർണിയുടെ സന്ദർശനത്തെയും തുടർന്നുണ്ടായ നയപരമായ മാറ്റങ്ങളെയും ഒട്ടാവ മുൻകാല തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നതായി ചിത്രീകരിക്കുമെന്നും അവർ പറഞ്ഞു. തായ്വാൻ, ദക്ഷിണ ചൈന കടൽ തുടങ്ങിയ സെൻസിറ്റീവ് വിഷയങ്ങളിൽ കാനഡയുടെ അനുസരണമായിരിക്കും ബീജിംഗിന്റെ ആത്യന്തിക പ്രതീക്ഷ എന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.